ഇന്ന് ഓണത്തിന് സദ്യ സ്റ്റൈലായിട്ടുള്ള ഒരു മസാലക്കറിയുടെ റെസിപ്പി കണ്ടാലോ? നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇപ്പൊ സദ്യയൊക്കെ ഉണ്ണുന്ന സമയത്ത് പണ്ട് കാലങ്ങളിലൊന്നും ഇല്ലെന്നാ മുത്തശ്ശി പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഈ ഒരു വിഭവം ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ആദ്യം ഒരു കടായി വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ് കേട്ടോ. ആദ്യം നമ്മൾ ഒന്നിങ്ങനെ കുത്തിച്ചതക്കില്ലേ, അതാണ് ഇതിലേക്ക് ഇടുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ സവാള കുനുകുനാന്ന് എരിഞ്ഞതും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഒരു ഇളം ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഇളക്കിയും കൊണ്ടിരിക്കുക. ഇനി അതിലേക്ക് സോയാ ചങ്ക്സ്, കുഞ്ഞി സോയാ ചങ്ക്സ് ആട്ടോ, അതും കൂടി ഇടുക. ഇനി നമ്മളിതിൽ മസാലപ്പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പെരിഞ്ജീരകത്തിന്റെ പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ആ ഒരു പച്ചമണം മാറുമ്പോഴേക്കും തക്കാളി ഇടുക. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പച്ച പട്ടാണിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ പട്ടാണിയിലേക്കൊക്കെ മസാല പിടിക്കുന്ന സമയത്ത് നമ്മളിതിൽ വെജിറ്റബിൾസ് ഇടുകയാണ് കേട്ടോ. ക്യാരറ്റ്, പൊട്ടറ്റോ, കോളിഫ്ലവർ ആണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത്രയൊന്ന് നേരം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. സംഭവം അവസാനം എത്താനായിട്ടോ. ഇപ്പൊ നല്ലൊരു സ്മെല്ല് വരും. എല്ലാവർക്കും ഇവിടെ ഈ ഒരു മസാലക്കറി ഭയങ്കര ഇഷ്ടമാണ്. നാളികേരം ചുമ്മാ അങ്ങനെ നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഒരു ഇളം ഗോൾഡൻ നിറാവുന്നത് വരെ വറുത്തിട്ട് അതൊന്ന് അരച്ചതും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ മല്ലിയിലയും പുതിനയിലയും കൂടി ഇടുകയാണ് കേട്ടോ. ഈ ഓണത്തിന് ഈ ഒരു വിഭവം ഉണ്ടാക്കി നോക്കൂ കേട്ടോ.